ഗുഡ് മോർണിംഗ്. 20 ഓഗസ്റ്റ് 2025 ബുധനാഴ്ച. പ്രധാനപ്പെട്ട വാർത്തകൾ. ജയിലിലായാൽ മന്ത്രി പുറത്ത്. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ ബാധകം. ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ 5 വർഷമെങ്കിലും തടവ് ലഭിക്കാവുന്ന ഗുരുതര കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ 30 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ തുടരുന്ന സാഹചര്യമുണ്ടായാൽ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെടും. 30 ദിവസം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ മന്ത്രിമാർക്കൊക്കെ ആ സ്ഥാനം നഷ്ടപ്പെടും. പിന്നെ അടുത്ത മമ്മൂക്ക സ്റ്റാർട്ട് ആക്ഷൻ. മമ്മൂട്ടി രോഗമുക്തനായി തിരിച്ചു വരുന്നു. അടുത്ത മാസം മുതൽ ഷൂട്ടിങ്. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. ബി സുദർശൻ റെഡ്ഡി പ്രതിപക്ഷ സ്ഥാനാർത്ഥി. സൗദി എയർലൈൻസ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷ. ഹജ്ജ് സർവീസിനുള്ള ടെൻഡറിൽ സൗദി എയർലൈൻസ് പങ്കെടുത്താൽ നിരക്ക് കുറയും. സ്വാതന്ത്ര്യദിനത്തിൽ കോൺഗ്രസ് പതാക ഉയർത്തി CPM ബ്രാഞ്ച് കമ്മിറ്റി. സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാകയ്ക്ക് പകരം CPM ബ്രാഞ്ച് കമ്മിറ്റി ഉയർത്തിയത് കോൺഗ്രസ് പതാക. 10 മിനിറ്റ് പൊക്കി ഉയർത്തിയുള്ള അപ്പോഴേക്കും മനസ്സിലായിട്ടോ. എന്നാൽ അത്ര ആൾക്കാരുണ്ടായപ്പോഴാണ് മനസ്സിലായത്. മധ്യപ്രദേശിലും 27 സീറ്റിൽ വോട്ട് കൊള്ള കോൺഗ്രസ്. മഴയ്ക്കൊപ്പം മിന്നൽ പ്രളയവും. മഹാരാഷ്ട്രയിൽ 13 മരണം. തൊഴിലില്ലായ്മ നിരക്ക് കേരളം 3ാമത് 8.1%. സ്ത്രീകൾക്കിടയിലും തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം 3ാമത്. രാജ്യമാകെയുള്ള നിരക്ക് 5.4. ഇന്റർനെറ്റിന് കൂടുന്നു വേഗതയും ചെലവും. അടിസ്ഥാന പ്ലാനുകൾ ഒഴിവാക്കിയും ഡാറ്റ പരിധി കുറച്ചും ടെലികോം കമ്പനികൾ. ഏറ്റവും കുറഞ്ഞ ഡാറ്റ പ്ലാനുകളുടെ വിലയിൽ 25% വരെ വർധന. സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ഓണത്തിന് മുമ്പ് വില കുറയ്ക്കുമെന്ന് മന്ത്രി. സ്വർണ്ണവില ഇന്നലെ 320 രൂപ പവന് കുറഞ്ഞായിരുന്നു. 73,880 രൂപ കേട്ടോ. പിന്നെ സ്പോർട്സ് ന്യൂസിൽ വരുന്നത് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ സൂര്യകുമാർ യാദവ് നയിക്കും. ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ. സഞ്ജു ബുംറയും ടീമിൽ. പിന്നെ വനിതാ ലോകകപ്പിന് ഇന്ത്യ റെഡി. പിന്നെ ദേശീയ ഇന്റർസ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ചെന്നൈയിൽ തുടക്കം. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലുള്ള അവസാന യോഗ്യതാ മത്സരം. പിന്നെ ജില്ലയിൽ രോഗം പടരാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വകുപ്പ്. മസ്തിഷ്ക ജ്വരം കരുതിയിരിക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.